ഇനി ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞപ്പോൾ എന്തുണ്ടായി? ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടും. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട പിന്നെ മനുഷ്യന് ജീവനില്ല. പിന്നെ മരിച്ച പോലെയായി ജീവിതം, ഒരു ഡെഡ് ബോഡി പോലെ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സ് മരവിക്കും. മരവിച്ച എന്താ ഉണ്ടാവുക? ഒരു സെൻസേഷൻ ഉണ്ടാവില്ലേ? മനസ്സ് മരവിക്കും. മൈൻഡ് ഹാസ് ബിക്കം സെൻസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ മരവിക്കും. അപ്പം എന്താ ചെയ്യണേ? തെറ്റാണോ ശരിയാണോ ഒരു ബോധമില്ല, എല്ലാവരും ചെയ്തു പോകും. മനസ്സ് മരവിച്ച്. ഇനി മനസ്സ് മരവിച്ച് എന്താ ചെയ്യുക? ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കും. ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കും. ജഡത്തിൻ്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തി ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കും. അതങ്ങോട്ട് ചെയ്തു പോയി. പ്രാർത്ഥനയില്ല, പരിശുദ്ധ കുർബാനയില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഭോഗാസക്തിയിൽ മുഴുകി ഇങ്ങനെ ജീവിക്കുക. എല്ലാ തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. വചനം നമ്മളോട് പറയുന്നുണ്ട്, ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തുകൊള്ളുക. ജീവൻ വേണമെങ്കിൽ ജീവൻ എടുക്കുക, മരണം വേണമെങ്കിൽ മരണം എടുക്കുക. ചൂസ് ചെയ്തോ. പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ്, അനന്തരഫലം നമ്മൾ അനുഭവിക്കണം. നിത്യമായ ജീവൻ വേണോ അതോ നിത്യമായ ശിക്ഷ വേണോ? എല്ലാ തരം അശുദ്ധികളിലും മുഴുകുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അത്രയും ചിന്തിക്കാൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിന് എന്താ മനസ്സിലായേ? ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ച പിന്നെ നമ്മൾ എന്താ ചെയ്യണേന്ന് ഒരു പിടി ഉണ്ടാവില്ല. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബുദ്ധിയിൽ അന്ധകാരം വ്യാപിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ യുക്തി ഈശോയുടെ യുക്തിയായിട്ട് മാറണം. എപ്പോഴും നമ്മുടെ ബുദ്ധിയിൽ പ്രകാശം വരിക? നമ്മുടെ ലോജിക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ അതിങ്ങനെ. നമ്മുടെ യുക്തി, ലോജിക്ക് ഈശോയുടെ ലോജിക്ക് പോലെ ആവണം. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തരാൻ വന്നു. അപ്പം എങ്ങനെയാണ് ഈശോയുടെ യുക്തി പോലെ നമ്മുടെ യുക്തിയാവുക? നമുക്കെങ്ങനെ ഈശോയുടെ ലോജിക്ക് കിട്ടുക? ദൈവവചനത്തിൽ കൂടെ. ഇത്ര വർഷം നമ്മൾ ജീവിച്ചു. എന്താണ് നമ്മുടെ യുക്തിയുടെ ഒരു അവസ്ഥ? നമ്മുടെ ലോജിക്ക്, എന്ത് ലോജിക്കിലാണ് നമ്മുടെ ബുദ്ധി പോണേ? എന്താണ് നമ്മൾ ഗ്രഹിച്ചു വെച്ചേക്കണേ? നമ്മൾ വായിച്ചതും കണ്ടതും കേട്ടതുമായ ലോകത്തിന്റെ കാര്യങ്ങൾ വെച്ച് കുറച്ച് ലോജിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ എന്ത് കേട്ടോ, എന്ത് കണ്ടോ, എന്ത് ചിന്തിച്ചുകൊണ്ടിരുന്നോ, എന്ത് ചെയ്തോ, അതിനൊക്കെ അനുസരിച്ചുള്ളൊരു ലോജിക്കാണ്, ഒരു ബുദ്ധിയാണ്, ഒരു യുക്തിയാണ് നമ്മൾ കൊണ്ട് നടക്കണേ. തെറ്റാണ് ശരിയാണോ എന്ന് ഒരു പിടുത്തമില്ല. അപ്പം ഇനി മുതലെങ്കിലും ശരിക്കും ലോജിക്ക് കിട്ടണമെങ്കിൽ ഈശോയുടെ യേശു ക്രിസ്തുവിൻ്റെ ലോജിക്ക് കിട്ടണം. യേശു ക്രിസ്തുവിൻ്റെ ലോജിക്ക് കിട്ടണമെങ്കിൽ ദൈവവചനത്തിൽ നിന്നാണ് അത് കിട്ടുക. ലോഗോസ്, ലോജിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്ക് ദൈവവചനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധി ഇങ്ങനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലോജിക്ക്? ഈശോ ഇന്ന അവസരത്തിൽ ഇന്ന ലോജിക്ക് ഉപയോഗിച്ചല്ലേ. നമ്മൾ സൃഷ്ടികൾ, നമുക്ക് സ്വന്തമായിട്ട് ലോജിക്കൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി ആ ലോജിക്കാണ് ഞാൻ ഉപയോഗിക്കണമെങ്കിൽ തെറ്റോ അത് ശരിയാവും. സോ നിങ്ങളെ കേൾക്കട്ടെ, എന്ത് ലോജിക്കാണ് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേക്കണേ? ഈശോന്റെ ലോജിക്കില് ഈശോ പ്രാക്ടീസ് ചെയ്യാത്ത ഒന്നും പറഞ്ഞിട്ടില്ല, വിച്ച് ഇസ് സംതിങ് എനിക്ക് അക്വയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബിക്കോസ് കുറെ നമ്മൾ പ്രീച്ച് ചെയ്യും. ഇപ്പോൾ പറഞ്ഞാലും വൺ ഓഫ് ദി തിങ്സ് പറഞ്ഞതില് ഈ പേരൻസിന് ആ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുന്നില്ല മക്കൾക്ക്. സോ അവർക്ക് അതിലേക്ക് വളരാനും പറ്റുന്നില്ല. പക്ഷെ ഈശോ ഇവിടെ കാണിച്ചിരുന്ന ഒരു ലോജിക്, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 8 sacred verse 21. സെയിന്റ് ലൂക്ക് 8:21. ഇതിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, but he said to them, my mother and my brothers are those who hear the word of God and do it. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. സോ ഇവിടെ ഈശോ നമുക്ക് വേറൊരു സ്ഥലത്ത് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
എല്ലാവരും എല്ലാത്തിനെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്റെ പുറകെ വരും. അപ്പോൾ ഇവിടെ ഈശോ മിനിസ്ട്രീന്റെ സമയത്താണ്. ബിക്കോസ് ഇൻ ദ സീക്രട്ട് വേഴ്സ് 19 അവന്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു, എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈശോ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഈശോ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങളുടെ ഫാമിലി അഫയേഴ്സോ ഫാമിലി അറ്റാച്ച്മെന്റ്സോ ഒന്നും ഓർക്കാതെ എന്താണ് ദൈവവചനം പറയുന്നത് ആ ഒരു തീക്ഷ്ണതയിൽ ഈശോ അതുകൊണ്ടാണ് അവരധികം മൈൻഡ് ചെയ്തില്ല അല്ലേ. ഇവര് വലിയ കാര്യമായിട്ട് പറഞ്ഞത് ദേ നിന്റെ അമ്മ വന്നേക്കണു, സഹോദരന്മാർ വന്നേക്കണു. അപ്പൊ ഈശോ എവിടെ, എന്തുണ്ട് വിശേഷം, അങ്ങനെ അപ്പൊ തന്നെ പറഞ്ഞ. നമ്മളാണെങ്കിൽ എന്നെ കാണാൻ ആരെങ്കിലും വന്നാ അപ്പൊ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതേസമയം അമ്മേനെയും സഹോദരിമാരെയും ഡിസ്റെസ്പെക്ട് ചെയ്യണില്ല. അതെങ്ങനെ അറിയാം? ബിക്കോസ് ഇവിടെ പറയുന്നത് those who hear the word and do it is പരിശുദ്ധമ്മ. ഏറ്റവും കൂടുതൽ ദൈവവചനം അപ്പൊ ഈശോ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ആരാ എന്റെ അമ്മയും സഹോദരരും? ആരാ? ദൈവവചനം കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പൊ ഒരു കോംപ്ലിമെന്റും കൂടി കൊടുക്കുക. എൻ്റെ അമ്മയും സഹോദരരും വന്നിട്ടുണ്ട്, അവരാരാ? എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവര്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെൽക്കം. അപ്പോൾ ഈശോയുടെ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ഈശോയുടെ ലോജിക്ക് നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ പള്ളിയിൽ ഒരു പ്രാവശ്യം കേട്ടു, അല്ലെങ്കിൽ നമ്മളൊരു പ്രാവശ്യം വായിച്ചു, എനിക്ക് മനസ്സിലായി ഈശോയുടെ, അങ്ങനെ പറഞ്ഞാൽ ഈ ലോജിക്ക് നമ്മുടെ ലോജിക്കായി മാറുമോ? എത്രയോ പേരുടെ ലോജിക്ക് നമ്മൾ കേൾക്കുന്നതാ. ഈശോയുടെ ലോജിക്ക് നമ്മുടെ ലോജിക്കായി മാറണമെങ്കിൽ ഈ വചനം ശ്രവിക്കണം, ധ്യാനിക്കണം, പാലിക്കണം. അങ്ങനെ ഓരോ വചനവും നമ്മൾ കേട്ട് ശ്രവിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന് അത് മെഡിറ്റേറ്റ് ചെയ്ത് കോൺടെംപ്ലേറ്റ് ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് നമ്മുടെ ലോജിക്കായിട്ട് മാറും. അപ്പോൾ ഈ വചനം ഒരു പ്രാവശ്യം കേട്ടു, നമ്മൾ എത്ര പ്രാവശ്യം കേട്ടതാ എന്ന് വിചാരിച്ച് ഇത് ലോജിക്കാവണമെന്നുണ്ടാ? ഇല്ല. അപ്പോൾ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഈശോ ഇപ്പോൾ പറഞ്ഞ പോലെ മിനിസ്റ്റർ ചെയ്യായിരുന്നു അല്ലേ. അപ്പം ധ്യാനിക്കുമ്പോൾ നമുക്ക് പോയിന്റ് കിട്ടും. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഈശോ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതേ അമ്മ വന്നേക്കണു, ഇതേ സഹോദരന്മാർ വന്നേക്കുന്നു. അപ്പോൾ ഈശോ മിനിസ്ട്രിക്ക് ഒരു കോട്ടം തട്ടാൻ പാടില്ല, എന്നാൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഈശോയുടെ ലോജിക്ക് നോക്കി എല്ലാ തരത്തിലും നമുക്കൊരു പ്രോഫിറ്റ്, ലാഭം അല്ലെങ്കിൽ നല്ല ഒരു ഫലം ഉണ്ടാവുന്ന വിധത്തിലെ ഈശോയുടെ ലോജിക്ക്.